Hello guys, welcome back to my channel. ഇന്ന് ഡേ 2 ഇൻ വിയന്ന. ഞങ്ങൾ ഇന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ, ഷോൺബ്രൺ പാലസ്, നോഷ് മാർക്കറ്റ്, പിന്നെ പറ്റുവാണെങ്കിൽ ഡാന്യൂബ് റിവർ, അതിൻ്റെ ഒരു വ്യൂ ഏതെങ്കിലും റൂഫ് ടോപ്പിൽ നിന്ന് കാണാൻ പറ്റുമോ, ഇതാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞങ്ങൾ ഹോട്ടൽ ഐബിസിലാണുള്ളത്. കോണ്ടിനെൻ്റൽ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രെഡും ജാമും ചീസും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. ഇത് കണ്ടോ ഗൈസ്, ഇതൊരു വെയ്ഫർ കപ്പാണ്. ഞങ്ങൾ ജാം എടുത്ത കണ്ടെയ്നറാണ് ഇത്. നമുക്ക് ജാമോ ന്യൂട്ടെല്ലയോ ഹണിയോ ഒക്കെ എടുക്കാം. വെയ്ഫർ ആയതുകൊണ്ട് ഇത് എഡിബിളാണ്. എന്തൊരു ക്രിയേറ്റീവ് ഐഡിയ ആണ്. പാത്രം കഴുകുകയും വേണ്ട, വേസ്റ്റേജും ഇല്ല. സ്റ്റേഷനിലെത്തി ഇനി ടിക്കറ്റ് എടുക്കണം. ഇന്ന് വിയന്ന സിറ്റി ടൂറാണ്, അതുകൊണ്ട് നമുക്ക് 24 hours ടിക്കറ്റാണ് എടുക്കേണ്ടത് ഫോർ ഇമ്മീഡിയറ്റ് യൂസ്. 24 hours, 7 days, 31 days ഒക്കെ ടിക്കറ്റ്സ് ഉണ്ട്. നമ്മളിവിടെ ഒരു 2 days പ്ലാനാണുള്ളത്, അതുകൊണ്ട് 24 hours മതിയാകും. ഈ ടിക്കറ്റ് വെച്ച് നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ട് യാത്ര ചെയ്യാം കേട്ടോ, വിത്തിൻ സിറ്റി. നമുക്ക് ട്രാമോ ബസ്സോ മെട്രോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. പക്ഷേ ഇൻസൈഡ് സിറ്റി ആയിരിക്കണമെന്ന് മാത്രം. എയർപോർട്ടിലേക്ക് പോകാൻ ഈ ടിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഒരാൾക്ക് ഏകദേശം 10-20 euro ആകുന്നുണ്ട്. ചെറിയ ഡിനോമിനേഷനിലെ കോയിൻസ് ഒന്നും ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. 20-40 വരും രണ്ട് പേർക്ക്. 2 ടിക്കറ്റ് വന്നു. Q1 ആണ് നമ്മുടെ സ്റ്റേഷൻ, അവിടെയാണ് ട്രെയിൻ വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് റൂട്ടിങ്. നമുക്ക് ഇറങ്ങേണ്ടത് സ്റ്റെഫൻ പ്ലാറ്റ്സ്, ഇവിടെയാണ് ഇറങ്ങേണ്ടത്. നമ്മളിപ്പോൾ ഉള്ളത് സൂത്ത് ടീ റോളറിലാണ്, അല്ലെങ്കിൽ സൗത്ത് ടൈറോൾ, അല്ലെങ്കിൽ സൗത്ത് ഏരിയ എന്നൊക്കെ വേണേൽ പറയാം. ഇപ്പം ഇറങ്ങി നമ്മളിവിടെ സ്റ്റെഫൻസ് പ്ലാസിൽ ഇറങ്ങി. ഇതാണ് സ്റ്റേഷൻ, സ്റ്റെഫൻ പ്ലാറ്റ്സ്, അവിടെയാണ് ഇറങ്ങേണ്ടത്. അമ്മ ഇങ്ങോട്ട് നോക്കോ. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലാണ് വന്ന് ഇറങ്ങുന്നത്. സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് തന്നെ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിലാണ്. ഒരു സ്ക്വയർ പോലെയാണ്. സ്റ്റെഫൻസ് പ്ലാറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റീഫൻ സ്ക്വയർ എന്നാണ് അർത്ഥം. ഇറ്റ്സ് നെയിംഡ് ആഫ്റ്റർ ദിസ് കത്തീഡ്രൽ ഇറ്റ് സെൽഫ്. എൻട്രൻസ് ഇങ്ങോട്ടാണ്. അടിപൊളി അല്ലേ, എന്താ ഭംഗി. ഈ ചർച്ചും ഗോത്തിക് ആർക്കിടെക്ചറിലുള്ളതാണ്. കാണുമ്പോൾ ഒരു ഡിംഡ് ഏരിയ ആണ്. ക്യാൻഡിൽസിൻ്റെ ലൈറ്റ്സും പിന്നെ ആ ടെയിൻറ്റഡ് ഗ്ലാസസിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റ്സാണ് കൂടുതലും ഇതിനകത്ത് വരുന്നത്. കുറച്ചുകൂടെ ഒരു ഡാർക്കിഷ് ഫീലിംഗ് നമുക്ക് തോന്നും. കുഞ്ഞുനാളിൽ അമ്മ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, നമ്മൾ ഏതെങ്കിലും പുതിയ ചർച്ചിൽ പോകുമ്പോഴത്തേക്കിന് നമുക്ക് അവിടെ ചെന്നിട്ട് 3 ആഗ്രഹങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാമെന്ന്. അത് സാധിച്ചു കിട്ടും. ഇവിടെ നമുക്ക് €1 അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ക്യാൻഡിൽസ് എടുത്ത് നമുക്കിവിടെ കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയട്ടെ. ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ താഴെ, അതായത് ഈ കത്തീഡ്രലിൻ്റെ താഴെയായിട്ട് കാറ്റക്കോംസ് ഉണ്ട്, അണ്ടർഗ്രൗണ്ട് ബറിയൽ ചേമ്പേഴ്സ്. സെഞ്ച്വറീസ് മുന്നേ, ഇന്നത്തെ ഈ മോഡേൺ സെമെട്രീസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഇവിടെ ഇങ്ങനെയാണ് ബറി ചെയ്തിരുന്നത്. പ്ലേഗൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അവരെ അടക്കിയിരിക്കുന്നത് ഇവിടെയാണ്. ഒരു ടൂർ ഗൈഡിൻ്റെ സഹായത്തോടെ മാത്രമേ നമുക്ക് അതിനകത്ത് പോയി കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഏതായാലും അത് സ്കിപ്പ് ചെയ്തു.
ഇവിടെ നമുക്ക് പൈപ്പ് ഓർഗൻസ് കാണാൻ പറ്റും. പഴയ കാലത്തെ എല്ലാ ചേർച്ചസിലും ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ചേർച്ചിനകത്തൊരു സൈഡിലായിട്ടൊരു ചെറിയ സുവനിയർ ഷോപ്പുണ്ട്. അതിൻ്റെ ആ വാൾസിലുള്ള ആ ഇമേജസ് ഒക്കെ കണ്ടോ, എന്ത് ഭംഗിയാണല്ലേ. ആ കാണുന്നത് സൗത്ത് ടവറാണ്. അതിൻ്റെ ഹൈറ്റ് 136 മീറ്റേഴ്സാണ്. ക്ലൈംബ് ചെയ്താൽ നമുക്ക് ഈ ചേർച്ചിൻ്റെ മുകളിലത്തെ ടൈൽസ് ഇട്ടേക്കുന്ന അതിൻ്റെ ഡീറ്റെയിലിങ്സ് ഒക്കെ കാണാം. അതുപോലെ ഫുൾ വിയന്ന കാണാൻ പറ്റും. ഭയങ്കര നാരോ ആയിട്ടുള്ള സ്പൈറൽ സ്റ്റെയർസ് ആണ്. നമ്മളത് സ്കിപ്പ് ചെയ്തു. ചേർച്ചിൻ്റെ പുറത്ത് കണ്ട് എന്ത് ലൈവ്ലിയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്ത് ഫുഡൊക്കെ എൻജോയ് ചെയ്ത്. ഭയങ്കര ലൈവ്ലിയാണ് പുറത്ത്. അതിനകത്ത് ഭയങ്കര ഒരു കാംനെസ്സും ക്വയറ്റ്നെസ്സും ഒക്കെ ഉണ്ടതാണ്. നമ്മളിനി അടുത്തത് ഗ്രാബനിലേക്ക് പോകണം. ഗ്രാബൻ ആൾക്കാരൊക്കെ ചില്ലടിക്കുകയാണ്. ചില്ലായിട്ട് നല്ല ഭംഗിയില്ലേ ഏരിയാസൊക്കെ കാണാൻ. മെഡിക്കൽ ഷോപ്പിന്റെ പേര് അപ്പോത്തേക്ക് ഫാർമസി. ഇതാണ് ഒരു സ്ട്രീറ്റ്, ഗ്രാബൻ സ്ട്രീറ്റ്. ഓ, ഗ്രാബൻ സ്ട്രീറ്റ് ആണ് ഇതല്ലേ. നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് ഗ്രാബനിലാണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്ട്രീറ്റ്സ് ഇൻ വിയന. ഇവിടെ ലക്ഷറി ഷോപ്സും ഹിസ്റ്റോറിക് മോണമെൻറ്റ്സിൻ്റെ ഒരു മിക്സാണ്. റൈറ്റ് ഇൻ ദ മിഡിൽ പ്ലേഗ് കോളം കാണാം. ഇവിടുത്തെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ളൊരു സ്കൾപ്ചറാണത്. സ്വപ്നക്കൂട് എന്ന മൂവിയിൽ ഭാവനയും മീര ജാസ്മിനും കൂടെ ഇവിടെ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട്. കറുപ്പിനഴക് ഹോ വെളുപ്പിനഴക്, ആ പാട്ടിൻ്റെ ഷൂട്ടിംഗ് ബ്രാൻസിൻ്റെ ഏരിയയാണ് ഫുൾ. ജർമ്മനിൽ പെറ്റ്സോയിലോ എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. പ്ലാഗ് കോളം എന്നാണ് അതിൻ്റെ അർത്ഥം. 1600കളിൽ പ്ലേഗ് ഇല്ലാതായതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കാനായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു റിലീജിയസ് ഹിസ്റ്റോറിക്കൽ മോണമെൻ്റ് പണി കഴിപ്പിച്ചത്. ക്ലോസ്ലി നോക്കിയാൽ ഈ കോളം ഫുൾ ഓഫ് ഡീറ്റെയിൽസ് ആണ്. ഏഞ്ചൽസ്, ക്ലൗഡ്സ്, ഹ്യൂമൻ ഫിഗേഴ്സ് എല്ലാം അപ്വേർഡായിട്ട് ക്ലൈംബ് ചെയ്യുന്ന പോലെ തോന്നും. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫീൽസ് ലൈക്ക് എ സ്റ്റോറി കാർവ്ഡ് ഇൻ സ്റ്റോൺ റീച്ചിങ് അപ് ടു ദ സ്കൈ. ഷിഹ്വാവ, പത്തേക് ഫിലിപ്പിൻ്റെ വാച്ചസ്. അടുത്ത് ഇപ്പം ഞങ്ങൾ ഇനിയും ഹോഫ്ബർഗിലോട്ട് പോവാണ്. അപ്പം നമ്മളിപ്പം ഹോഫ്ബർഗിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് 500 മീറ്റേഴ്സാണ് ഡിസ്റ്റൻസ് ഹോഫ്ബർഗിലേക്ക്. ഇത് ഞാൻ കണ്ടില്ല, വീഡിയോക്കകത്തൊന്നും കാണുന്നില്ല. ഒരു കുഞ്ഞു പള്ളിയാണ്, അപ്പം അതൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു. വണ്ടി ഒരു കുഞ്ഞു പള്ളി, പക്ഷെ അതിൻ്റെ അകം കാണാൻ എന്ത് ഭംഗിയാണ്. ഇവിടെ മാസം നടക്കുകയാണ്. മരപ്പണികളുടെ ഭംഗിയുണ്ട് ഇവിടുത്തെ, അടിപൊളിയല്ലേ. ആ കാർവിങ്സ് ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആർക്കിടെക്ചർ ഒരു രക്ഷയില്ല. ഇറ്റ്സ് ജസ്റ്റ് മൈൻഡ് ബ്ലോയിങ്. എല്ലാ അച്ഛന് കയറി നിന്ന് പ്രസംഗിക്കാനുള്ള സ്ഥലമുണ്ട്. ആ ഗോൾഡൻ ഇൻറ്റീരിയേഴ്സും ഡീറ്റെയിൽഡ് ഡിസൈൻസും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബറോക്ക് ചേർച്ചസ് ഇൻ വിയന്ന. ആ പെയിൻറ്റിങ്സൊക്കെ കണ്ടു, ആ ഡോമിലുള്ളത് വരച്ചിരിക്കുന്നത് എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഇത് സെൻറ്റ് പീറ്റേഴ്സ് ചേർച്ചാണ്. പുറത്ത് നിന്ന് കണ്ടാൽ നമുക്ക് ഇതിൻ്റെ അകം ഇത്രയും ബ്യൂട്ടിഫുള്ളാന്ന് ഒരിക്കലും തോന്നത്തില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല ഇത്രയും ബ്യൂട്ടി ഉണ്ടാവുമെന്ന്, ഇതിനുള്ളിൽ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടാവുമെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ അകത്ത് കയറിയപ്പോൾ ശരിക്കും ഞെട്ടി. ഈ ചേർച്ചിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു സീൻ എടുത്തിരിക്കുന്നത്. ഭാവനയും മീര ജാസ്മിനോടുള്ള ആ ഒരു പാട്ടിൻ്റെ ഒരു ഷോട്ട്. കുതിരകളെ കണ്ട റൈഡിന് വേണമെങ്കിൽ നമുക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയാണ്.
നമ്മളെക്കാണ് സ്റ്റൈലാണ് വണ്ടി ഓടിക്കുന്നവർ. അതെ, ബസ്സും കുതിരവണ്ടിയും എല്ലാം കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. ഒരു റോഡിൽ കൂടാണ് എല്ലാം. എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. എന്താ കാർട്ടിയർ, ലൂയി വിറ്റോൺ, എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഷെനൽ. നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ ഹോഫ്ബർഗ് പാലസിൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓ, ഈ വളവ് തിരിഞ്ഞിങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി കാണുന്നത് ഹോഫ്ബർഗ് പാലസ് ആണ്. വാവ്, ഇടൂ വ്യൂ അല്ല ഇവിടുന്ന്. എന്താ ഭംഗിയല്ലേ, ആകാശവും എല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര രസമുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഹോഫ്ബർഗ് പാലസിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇതൊരു മാസീവ് പാലസ് കോംപ്ലക്സ് ആണ്. ടോട്ടൽ ഒരു 60 ഏക്കേഴ്സിലാണ് ഇത് പരന്ന് കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇമ്പീരിയൽ അപ്പാർട്ട്മെൻറ്റ്സും മ്യൂസിയംസും ഒക്കെയുണ്ട്. ഏതാണ്ട് 600 വർഷക്കാലം ഇവിടെയാണ് ഓസ്ട്രിയൻ എംപറേഴ്സ് താമസിച്ച് റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ ഓസ്ട്രിയൻ പ്രസിഡൻറ്റിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആണ്. ഈ ഏരിയ ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര രസമാണ് കാണാൻ. ഇവിടുത്തെ ആർക്കിടെക്ചറും ഉണ്ട്. ഇവർ ഈ സിറ്റിയൊക്കെ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് ഇതൊരു ഭംഗിയാ. ഓ, ഇതേതോ റിമെയിൻസ് ആണ്. എന്തിൻ്റെ റിമെയിൻസ് ആയത്? ഈ റിമെയിൻസ് ആക്ച്വലി ഏൻഷ്യൻറ്റ് റോമൻ എറയിലുള്ളതാണ്. റോമൻ പീരീഡ് എന്ന് പറയുന്നത് തന്നെ 1 to 4th century AD-യിലാണ്. അപ്പോൾ ആ സമയത്ത് ബിൽറ്റ് ചെയ്തതാണിതിവിടെ. 19th century-യിൽ എക്സ്കവേഷൻ നടത്തിയപ്പോഴാണ് ഇവിടെ ഇത് കണ്ടെത്തിയത്. അന്ന് ഇത് പ്രിസർവ് ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി മാറിയിട്ടുണ്ട്. ഇത് നോക്കിയേ, എന്ത് വെറൈറ്റി ആയിട്ടുള്ളൊരു ചാരിറ്റാണ്. എന്ത് രസത്. കറുത്ത കുതിരകളും ചുമന്ന ചാരിറ്റും നല്ല ഭംഗിയില്ലേ അത് കാണാൻ. ഇതിൻ്റെ അകം കാണാൻ എന്ത് രസമാണ്. ശ്രദ്ധിച്ച് കാണുന്നില്ലെങ്കിൽ കുതിരയുടെ മുകളിൽ ഇരിക്കാൻ ഞാൻ. ഇതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അത്രയ്ക്ക് ഭംഗിയാണ്. ഇപ്പം നമ്മൾ ഇന്നർ കോർട്ട്യാർഡിലേക്ക് കയറി. ഇവിടെ കാണുന്ന ഒരു സ്റ്റാച്ചു, അത് എംപറർ ഫ്രാൻസിസ് 2 ആണ്. അദ്ദേഹം ലാസ്റ്റ് റോമൻ എംപറർ ആയിരുന്നു. പിന്നീട് ഓസ്ട്രിയയുടെ ഫസ്റ്റ് എംപററുമായി. ഓസ്ട്രിയൻ ഹിസ്റ്ററിയിൽ വളരെ പ്രാധാന്യമേറിയ ഒരു റൂളറായിരുന്നു. നല്ലൊരു ചാരിറ്റ് അല്ലേ, ഫുള്ളി വൈറ്റ്. നല്ല രസമുണ്ട്. ഹോഫ്ബർഗ് ഇംപീരിയൽ പാലസ്, ഇതിൻ്റെ ഒരു വിങ് ആണ് ഈ കാണുന്നത്. രസമില്ലേ? നല്ല തണുപ്പാണ് ഇവിടെ. നല്ല രസമില്ലേ ഈ സ്ക്വയർ കാണാൻ. എൻ്റെ പുറകിൽ കണ്ടോ കുതിരവണ്ടികൾ വരുന്നത്. എൻ്റെ അമ്മോ, ബില്ല കോഴ്സോ, ഇതൊരു എന്താ പറയുന്നത്, സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ബില്ല. അപ്പോൾ ഇവിടെ ഒരു ഹെൻറി എന്ന് പറഞ്ഞിട്ടൊരു കാഫേ ബാർ കാണുന്നുണ്ട്. ഇവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. ബട്ടർ ചിക്കനും ബിരിയാണി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഓസ്ട്രേലിയൻ വീൽ ബർഗറാണിത്. മാഷ്ഡ് പൊട്ടറ്റോസ്, ഗ്രീൻ സ്പിരിറ്റ്,
ആൻഡ് പീസ്, സ്പിനിച്ചും പീസും. പിന്നെ ഇത് ഫ്രൈഡ് റൈസാണ്, മിക്സ്ഡ് വെജിറ്റബിൾസ്, പാസ്ത ഉണ്ട്. കുറച്ച് റൈസ് എടുക്കുക, കുറച്ച് റൈസും കറിയും കൂടെ എടുക്കുക. ഇത് ബട്ടർ ചിക്കനല്ലേ? ബട്ടർ ചിക്കനാണോ? പൊട്ടറ്റോ മാഷും ഫ്രൈഡ് റൈസും. ഇത് വീലാണ്, വീലിൻ്റെ ബർഗർ, ഓസ്ട്രേലിയൻ വീൽ ബർഗർ. ഫുഡ് എടുക്കാൻ നേരത്തെ ഇച്ചിരി ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ടേസ്റ്റി ആയിരിക്കുമെന്ന്, പക്ഷേ അടിപൊളി ഫുഡായിരുന്നു. പൃഥ്വിരാജ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ നിൽക്കുന്ന കണ്ടോ ഈ ഫൗണ്ടൻ്റെ ഫ്രണ്ടിലാണ്. 2003 സ്വപ്നക്കൂട് റിലീസായത്. ഞാൻ ആ സമയത്ത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും പോകുമെന്നോ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ സ്കൾപ്ചേഴ്സിൻ്റെ ഒക്കെ വലിപ്പം മനസ്സിലാവുന്നത്. ഇത് രസമായിട്ട് ചെയ്തിരിക്കുന്നു. ഇത് സൈഡിലൊരു പാമ്പൊക്കെ ഉണ്ട്. എന്താ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത മൊമെൻറ്റ്സ് ആണ് ഏറ്റവും സ്പെഷ്യൽ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരു റാൻഡം സ്ട്രേഞ്ചർ ഹി സ്മൈൽഡ് ആൻഡ് വേവ്ഡ് അറ്റ് മീ ആൻഡ് ഇറ്റ് ജസ്റ്റ് മെയ്ഡ് മൈ ഹോൾ ഡേ സോ ബ്രൈറ്റർ. പാലസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനി ഞങ്ങൾ വന്നിറങ്ങിയ സ്റ്റേഷൻ കണ്ടുപിടിക്കണം. ഇനിയത്തെ ടാസ്ക്. നമുക്ക് ജോൺ സ്ട്രേബിലേക്കാണ് പോകേണ്ടത്. ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഒട്ടക്രിങ് എന്ന് പറഞ്ഞിട്ട് നല്ല തിരക്കാ അത്യാവശ്യം. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തി. ഇപ്പം എവിടെയാണ് നിൽക്കുന്നത്? നമുക്കിനി പോകേണ്ടത് മെയ്സ്ട്രേബ്. ഇതാണ് പോകേണ്ട സ്ഥലം. മെയ്സ്ട്രേബിൽ നിന്ന് അങ്ങോട്ടാണിത്. ഗൂഗിൾ മാപ്പ് തന്നെയാണ് ശരണം. ഇതൊന്നും നോക്കിയാൽ നമുക്ക് ഐഡിയ പോലും കിട്ടത്തില്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. പാലസ് എവിടെയാണോ? നമുക്ക് ഈ മീസൽ മാർക്കറ്റ് തന്നെ എടുക്കാം എക്സിറ്റ്. എന്നിട്ട് സെയിം അല്ലേ, എല്ലാം മേളിൽ തന്നെ. സ്ട്രോബെറീസ് 150. ഇത് മെയ്സൽ മാർക്കറ്റ്. ഇത് കണ്ടോ? ഇതൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റാണ് മെയ്സൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇതിനടുത്തൂടെ ജസ്റ്റ് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. കണ്ടോ ഫ്രഷ് സ്ട്രോബെറീസ് ഒക്കെ ഇരിക്കുന്നുണ്ടോ? എന്തൊരു വലിപ്പമോ, ഒടുക്കത്തെ വലിപ്പമോ എവിടുത്തെ സാധനങ്ങളൊക്കെ. ടൊമാറ്റോസ് ഒക്കെ കണ്ടു, വെറൈറ്റി. ഒരു ഫുൾ പന്നീനെ വെച്ചേക്കുന്നുണ്ടോ? ഇവിടുത്തെ മാർക്കറ്റാട്ടോ അത്. ഫ്ലവേഴ്സൊക്കെ കാണാം, ഫ്ലവർ ഷോപ്സൊക്കെ ആയിട്ട് ഇവിടെ. ഡ്രൈ ഏജ്ഡ് അങ്ങനത്തെയൊക്കെ മീറ്റൊക്കെ ഇവിടെ കിട്ടും. ഏജ്ഡ് ആയിട്ടുള്ള മീറ്റ് ഇവിടെ തൂക്കിയിട്ടേക്കുന്നുണ്ടോ? ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാന്ന് തോന്നുന്നു നമുക്ക് ബസ് കയറേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അത് പോയി തപ്പി നോക്കണം ഏത് ബസ്സാണ് പോകുന്നത്. ക്രോസ് ചെയ്തിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് എത്തണം. ഇതൊക്കെ സൈഡിൽ ഇതൊക്കെ കാണാം, ഷോപ്സൊക്കെ കാണാം, നല്ല രസമല്ലേ. ഇത് ഭംഗിയായി ചെയ്തേക്കുന്നത് ഓരോന്ന്. നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഗൈസ്, ഉറപ്പൊന്നുമില്ല കേട്ടോ. ഇതാണ് ഗൈസ്, ഉറപ്പിച്ചു. ഇതാണ് ഷോൺബ്രൺ പാലസ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിൽ കൂടെ ഞങ്ങളിങ്ങനെ കയറുവാണ്. നമുക്കപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ്സ് എടുക്കണം. ഒരാൾക്ക് 28 യൂറോ ആണ് ഇത് കയറി കാണാൻ വേണ്ടിയിട്ട്. അത് 40 മിനിറ്റ്സിൻ്റെ ജസ്റ്റ് മെയിൻ ബിൽഡിങ്സ്, മെയിൻ ഇതിനകത്ത് മാത്രമാണ് കാണാൻ പറ്റുന്നത്.
സ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമാണ് കാണുന്നത്. അത് കാണാൻ തന്നെ 1 hour വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടുന്ന് നമുക്കിങ്ങനെ പോകാം. ആണ് പാലസ് എൻട്രൻസ്. നമുക്ക് കയറാൻ പോവാണ് പാലസിലേക്ക്. ഇത് ഓപ്പണിംഗ് അമൗണ്ട് 8:30 to 5:30 PM വരെയുള്ള. ലാസ്റ്റ് അഡ്മിഷൻ 4:45 നമുക്കിവിടെ സ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റ് മാത്രമേ കാണാനുള്ള ടിക്കറ്റ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി പോവാണ്. ഇവിടെ നമുക്ക് ഫ്രീ ഓഡിയോ ഗൈഡ്സ് കിട്ടും. അവിടെ എഴുതിയിരുന്ന വേറെ ലാംഗ്വേജസ് ഒന്നും അറിയാത്തതുകൊണ്ട് ഇംഗ്ലീഷാണ് നമ്മൾ പ്രിഫർ ചെയ്തത്. സാധനം കിട്ടും. ഇങ്ങനെ ഒരു സാധനം തരും അവർ. അതിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് ഗൈഡാണ് ശരിക്കും. എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. Hold the audio device up to your ear. ഇംഗ്ലീഷ് അല്ല. 1600-കളിൽ ഇതൊരു ഹണ്ടിങ് ലോഡ്ജ് പോലെയായിരുന്നു. പിന്നീട് 1700-കളിൽ എംപ്രസ് മറിയ തെരേസയാണ് ഇന്നത്തെ ഈ പ്രൗഢിയോടെ ഈ പാലസ് പണിതത്. ആ ഓഡിയോ ഗൈഡിൽ എംപ്രസ് എലിസബത്ത് ഓഫ് ഓസ്ട്രിയയുടെ ലൈഫ് സ്റ്റോറി ആയിരുന്നു പറഞ്ഞത്. എല്ലാവരും സ്നേഹത്തോടെ സിസി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഷി വാസ് നോൺ ഫോർ ഹർ കൈൻഡ്നെസ്, ബ്യൂട്ടി, ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീ സ്പിരിറ്റ്. ട്രാവൽ ചെയ്യാനും നേച്ചറും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ദ എംപ്രസ് എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട്. സിസിയുടെ ലൈഫ് സ്റ്റോറിയാണത്. ഇവിടെ കുറേ അധികം സുവനിയേഴ്സ് കിട്ടും കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സുവനിയേഴ്സൊക്കെ ഉണ്ട്. ഇത് മാഗ്നറ്റ്സ് മാത്രമാണ്. സിസിയുടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ചോക്ലേറ്റ് എടുത്തു. പിന്നെ ഇവിടുത്തെ ഒരു കീ ചെയിന് വാങ്ങിച്ചു. ബാലസീൻ ചോക്ലേറ്റ്. ഗായ്സ്, അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പ്. ഞാനിങ്ങനെ ജാക്കറ്റും തൊപ്പിയൊക്കെ എടുത്ത് പിന്നെയും വെച്ചു. ഇവിടെ ഭയങ്കര തണുപ്പ്. ഇന്ന് ആക്ച്വലി ഇപ്പം സമയം 3:15. എപ്പോഴും നല്ല തണുപ്പാണ് ഇവിടെ. നല്ല തണുത്ത കാറ്റടിക്കുക. നല്ല സുഖം. അടിപൊളി ക്ലൈമറ്റ്. സൈഡിലുള്ള ഗാർഡനാണ്. എൻ്റെ എൻട്രൻസാണ് നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിസ്റ്റീരിയ ഫ്ലവേഴ്സ്. ജപ്പാനിൽ പോയപ്പോൾ കണ്ട സെയിം വിസ്റ്റീരിയ ഫ്ലവേഴ്സാണ് ഇവിടെ കയറ്റി വിട്ടിരിക്കുന്നത്. വിസ്റ്റീരിയ ഫ്ലവേഴ്സാണ് ഇത്. ഉണ്ട്. അന്ന് അടുത്ത് കാണാൻ പറ്റിയില്ലായിരുന്നു, ഇപ്പം കാണാം. ഇതിന് നല്ല മണം കേട്ടോ വിസ്റ്റീരിയ ഫ്ലവേഴ്സിന്. ഇതിന് നല്ല മണം. ഇത് കണ്ടോ എന്ത് ഭംഗിയാ, കൊലകൊലയായിട്ട്. എൻ്റെ ജപ്പാൻ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലാത്തവർ പോയി കാണണേ. അതിനകത്ത് ഞാൻ ഈ ഫ്ലവറിനെ പറ്റി പറയുന്നത്. നല്ല ഭംഗിയല്ലേ, ചുറ്റിനും മെയ്സ് പോലെ ഇത് കണ്ടിട്ട്. നല്ല രസമുണ്ട് ഗാർഡൻ, അടിപൊളി. ഇങ്ങോട്ട് ഓപ്പൺ സ്പേസ് കുറച്ചുണ്ട്. പിന്നെ ട്യൂലിപ്സ് ഒക്കെ നിൽക്കുന്ന കാണാം. എന്ത് ഭംഗിയല്ലേ, നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ പരന്ന് കിടക്കുവാണ് സ്ഥലം മൊത്തം. എന്ത് നല്ലതായിട്ടത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഓരോ സ്കൾപ്ചറിനും ഓരോ കഥ പറയാനുണ്ടാവും. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പാലസ് എല്ലായിരുന്നു അപ്പം അതിൻ്റെതായിട്ടുള്ള ക്യാഷ് മുടക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. ഇതിപ്പം വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണിത്. നടക്കാൻ താല്പര്യമുള്ളവർക്ക് എത്ര വേണമെങ്കിലും നടക്കാം. സ്ഥലമുണ്ട് ഇഷ്ടം പോലെ. ഇതൊരു വഴി മാത്രമല്ല,
ഇങ്ങോട്ട് ഓരോ വഴികൾ ഇതുപോലെയുണ്ട്. ഇങ്ങനെ കണ്ണെത്താ ദൂരം വരെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. എന്താ ഭംഗിയല്ലേ, നല്ല ഭംഗിയല്ലേ അത് കാണാനായിട്ട്. കുറച്ചു നേരം ഇരിക്കാതിനി ഒരു നിവൃത്തിയില്ല. ഇവിടുന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സൈഡ് പാലസും അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു ഫൗണ്ടനും കാണാൻ പറ്റും. ആ ഫൗണ്ടൻ സീ ഗോഡ് നെപ്റ്റ്യൂണിനെ ഫീച്ചർ ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ്. ഫൗണ്ടൻ്റെ മുകളിലായിട്ട് കാണുന്ന ആ സ്ട്രക്ചർ ഒരു മോണമെൻ്റാണ്. വിയനയുടെ ഫുൾ പനോറമിക് വ്യൂ കാണാൻ പറ്റും അവിടെ കയറിയാൽ. ഞങ്ങൾ ഏതായാലും ആ കുന്ന് കയറാൻ വയ്യായിരുന്നതുകൊണ്ട് പോയില്ല. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും, എന്ത് കല്ലും മണ്ണും കിട്ടിയാലും അവരതെടുത്ത് അപ്പം തന്നെ സ്കൾപ്ചറാക്കി കളയും. അങ്ങനെയാണ് ഈ സിറ്റി ഇത്രയും ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നത്. എന്ത് കിട്ടിയാലും അതെടുത്ത് അപ്പം തന്നെ സ്കൾപ്ചറാക്കും. പക്ഷേ എന്തുമാത്രം എഫേർട്ടായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ളതല്ലേ. വേണ്ട. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആ പാട്ട് അതൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് പറയണേ നിങ്ങൾക്ക് അറിയാമോ അത്. നമുക്ക് ഹിന്ദിയിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. ഫൈനലി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഹ്യൂജ് ടവറിൻ്റെ താഴെയാണ്. ഇതാണ് ഡാന്യൂബ് ടവർ. ടിക്കറ്റ്സൊക്കെ എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതിൻ്റെ മുകളിൽ ചെന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞങ്ങളിവിടെ വന്നത്. ഇന്നത്തെ ഡേ ഫുൾ ട്രാവലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഏതെങ്കിലും റൂഫ് ടോപ്പിൽ നിന്ന് ഡാന്യൂബ് റിവറും സൺസെറ്റും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ടോപ്പ് ഓഫ് വിയന്ന 170 മീറ്റേഴ്സിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, 165 മീറ്റേഴ്സ് ഒരു സ്ലൈഡ് ഉണ്ട്, 160 മീറ്റേഴ്സിലൊരു കഫേ ഉണ്ട്, 150 മീറ്റേഴ്സ് മുതൽ നമുക്ക് ഒബ്സർവേഷൻ ഡെസ്ക് ഉണ്ട് കേട്ടോ. ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 262 മീറ്റേഴ്സാണ്. ഇവിടെ നമുക്ക് ലിഫ്റ്റ് താഴേക്ക് വരുന്നത് കാണാമേ. ഫൈനലി ഞങ്ങൾ മുകളിലെത്തി. ഇതാണ് വ്യൂ ഗൈസ്. വിയന്ന ഫുൾ 360 ഡിഗ്രി വ്യൂ കാണാം. കുറേ നേരം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കഫേയിലോട്ട് കയറി. ഞങ്ങളവിടെ അഫഗാറ്റോ, ഒരു കാപ്പുച്ചീനോ, പിന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് വിത്ത് വിപ്ഡ് ക്രീം, ഇതൊരു വിയന്നീസ് ഡെസേർട്ടാണ്. അതൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സൺസെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. 8 മണിയാവാതെ സൺസെറ്റ് ആവത്തില്ലായിരുന്നു. ഡാന്യൂബ് ടവർ 1960 പണി കഴിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ സ്ലൈഡ് വളരെ പുതിയതാണ്. 2023 ചെയ്തിരിക്കുന്നത്. ഒരു ഹെലികോപ്റ്ററിൻ്റെ സഹായത്തോടെ പുറത്തു നിന്നാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യനെ പൊൻതൂവലായി കയ്യെത്തി പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. തിരിച്ച് സ്ഥലത്തെത്തി. ഫേവറേറ്റ് ഇൻസ്റ്റാബ് എന്ന് പറഞ്ഞ് ഇതാണ് നമ്മുടെ എക്സിറ്റ് പോയിന്റ്. ഫേവറേറ്റ് ഇൻസ്റ്റാബ്. ഇന്ന് റൈസും ചിക്കൻ മാംഗോ കറിയും വാങ്ങിച്ചു. അവിടെ റൈസും ബട്ടർ ചിക്കനും കോംബോ വാങ്ങിച്ചപ്പോൾ ഐസ് ടീം സ്പ്രൈറ്റും കിട്ടി. ബട്ടറൊന്നും ഇല്ലാത്ത നാൻ ആവശ്യം. താങ്ക്സ് ഫോർ വാച്ചിങ്.